എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL-ൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിൽ നടന്ന 15ാം പോരാട്ടം ആവേശത്തിന്റെ സകല അതിരുകളും ഭേദിക്കുന്നതായിരുന്നു. ഓരോ ഓവറിലും കഥ മാറി മറിയുന്ന, ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കാണാനാകുന്ന ഒരു ഹൈ സ്കോറിംഗ് ത്രില്ലറായിരുന്നു അത്. ടോസ് നേടിയ LSGയുടെ പുതിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. ഈ ചെറിയ മൈതാനത്ത് KKRനെ ചുരുങ്ങിയ സ്കോറിൽ ഒതുക്കി ലക്ഷ്യം പിന്തുടരുക എന്നതായിരുന്നു പന്തിന്റെ തന്ത്രം. എന്നാൽ KKRനായി അജിങ്ക്യ രഹാനെയും ഫിൻ അലനും ക്രീസിലേക്ക് നടന്നെടുത്തതോടെ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിച്ചു. ലക്നൌവിനായി ആദ്യ ഓവർ എറിയാനെത്തിയത് സാക്ഷാൽ മുഹമ്മദ് ഷമി. ആദ്യ പന്തിൽ തന്നെ കൃത്യമായ ലൈനും ലെങ്തും കണ്ടെത്തിയ ഷമി തന്റെ ലോകോത്തര ക്ലാസ് തെളിയിച്ചു. പന്തിലെ നേരിയ സ്വിംഗ് തുടക്കത്തിൽ തന്നെ ബാറ്റർമാരെ കുഴപ്പത്തിലാക്കി. ആദ്യ പന്തിൽ സിംഗിൾ എടുത്ത രഹാനെ സ്ട്രൈക്ക് അലന് കൈമാറി. പിന്നീട് ഷമിയുടെ പുറത്തേക്ക് പോകുന്ന പന്തുകൾ അലന് ശരിക്കും പരീക്ഷിച്ചു. ഡ്രൈവ് ചെയ്യാനുള്ള അലന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഒരു പന്തിൽ അദ്ദേഹം പൂർണ്ണമായും ബീറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഓവറിലെ അവസാന പന്തിൽ തന്റെ തനത് ശൈലിയിൽ ഒരു മനോഹരമായ കവർ ഡ്രൈവിലൂടെ രഹാനെ ബൗണ്ടറി നേടി. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 6 റൺസ്. ഷമി അപകടകാരിയായ താഴത്തിലാണെന്ന് വ്യക്തമായിരുന്നു. രണ്ടാം ഓവറിൽ പ്രിൻസ് യാദവ് പന്തെറിയാൻ എത്തിയതോടെ കളിയിലൊരു വഴിത്തിരിവുണ്ടായി. തുടക്കത്തിൽ തന്നെ തുടർച്ചയായ 2 ഫോറുകൾ പായിച്ച് ഫിൻ അലൻ തന്റെ നയം വ്യക്തമാക്കി. എന്നാൽ ആ സന്തോഷത്തിന് അല്പായുസേ പ്രിൻസ് യാദവിന്റെ ഒരു ബാക്ക് ഓഫ് ദി ലെങ്ത് ഡെലിവറിയിൽ കട്ട് ഷോട്ടിന് ശ്രമിച്ച അലന്റെ ബാറ്റിൽ ഉരസിയ പന്ത് തേർഡ് മാനിലേക്ക് കുതിച്ചു. അവിടെ ദിഗ്വിജയ് സിംഗ് റാധി ഒരു തകർപ്പൻ ക്യാച്ചിലൂടെ 9 റൺസ് എടുത്ത അലനെ പുറത്താക്കി KKRന് ആദ്യ പ്രഹരമേൽപ്പിച്ചു. പകരക്കാരനായി യുവതാരം അങ്ക്രിഷ് രഘുവംശി ക്രീസിലെത്തി. സ്കോർ 116. മൂന്നാം ഓവറിൽ വീണ്ടും ഷമിയുടെ തീപ്പൊരി ബൌളിംഗ്. രഘുവംശി ഒരു 4 നേടിയെങ്കിലും ഷമിയുടെ കൃത്യതയ്ക്ക് മുന്നിൽ ബാറ്റർമാർക്ക് സ്വതന്ത്രമായി കളിക്കാൻ കഴിഞ്ഞില്ല. വെറും 5 റൺസ് മാത്രം വഴങ്ങി ഷമി KKRന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. നാലാം ഓവറിൽ സ്പിന്നർ മണിമാരൻ സിദ്ധാർത്ഥ് ആക്രമണത്തിനെത്തി. സ്പിൻ ബൌളിംഗും രഹാനെയുടെ അനുഭവസമ്പത്തും തമ്മിലുള്ള മനോഹരമായ പോരാട്ടം. തുടക്കത്തിലൊന്ന് ഒതുങ്ങിക്കളിച്ച രഹാനെ പെട്ടെന്ന് ക്രീസിൽ നിന്നിറങ്ങി എക്സ്ട്രാ കവറിന് മുകളിലൂടെ പന്ത് കാണികൾക്കിടയിലേക്ക് പറത്തിയൊരു ഉജ്ജ്വല സിക്സർ നേടി. ആ ഷോട്ട് KKRന് വലിയൊരാശ്വാസമാണ് നൽകിയത്. ആ ഓവറിൽ 9 റൺസ് പിറന്നതോടെ സ്കോർ 30-ലെത്തി. അഞ്ചാം ഓവറിൽ ദിഗ്വിജയ് സിംഗ് റാഠി പന്തെടുത്തപ്പോൾ രഹാനെ പൂർണ്ണമായും അറ്റാക്കിംഗ് മൂഡിലായിരുന്നു. ലോങ് ഓണിന് മുകളിലും ബാക്ക്വേർഡ് പോയിന്റിലൂടെയും തുടർച്ചയായ 2 തകർപ്പൻ ബൗണ്ടറികൾ. രഹാനെ സെറ്റായി കഴിഞ്ഞിരുന്നു. ബൌളർമാർക്ക് മേൽ സമ്മർദ്ദമേറാൻ തുടങ്ങി. രഘുവംശിയും മികച്ച പിന്തുണ നൽകിയതോടെ 5 ഓവറിൽ സ്കോർ 1-40 എന്ന നിലയിലായി. തുടക്കത്തിലെ പതർച്ചയ്ക്ക് ശേഷം KKR കളിയിലേക്ക് അതിശക്തമായി തിരിച്ചുവരികയായിരുന്നു. ആറാം ഓവറിൽ ആവേശ് ഖാൻ പന്തെറിയാനെത്തിയതോടെ മത്സരത്തിന് ശരിക്കും ചിറകുമുളച്ചു. രഘുവംശിയുടെ ഉഴമായിരുന്നു അത്. പോയിന്റിന് മുന്നിലൂടെ ഒരു ബൗണ്ടറിയും തൊട്ടടുത്ത പന്തിൽ ക്രീസിൽ നിന്നിറങ്ങി എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സറും പിന്നാലെ വീണ്ടും ഒരു 4ഉം. ആ ഓവറിൽ അടിച്ചെടുത്തത് 16 റൺസ്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ KKR 1-56 എന്ന അതിശക്തമായ നിലയിലായി. ഏഴാം ഓവറിൽ മണിമാരൻ സിദ്ധാർത്ഥ് തിരിച്ചു വന്നപ്പോൾ വലിയ ഷോട്ടുകൾക്ക് പകരം ഗ്യാപ്പുകൾ കണ്ടെത്താനാണ് ഇരുവരും ശ്രമിച്ചത്. രഘുവംശിയുടെ ഒരു മനോഹരമായ സ്വീപ്പ് ഷോട്ട് ബൗണ്ടറി കടന്നു. എട്ടാം ഓവറിൽ ദിഗ്വിജയ് സിംഗ് റാഠിക്കെതിരെ രഹാനെ ലെഗ് സ്റ്റംപിൽ വന്ന പന്തിനെ അതിമനോഹരമായി ഫ്ലിക്ക് ചെയ്ത് ബൗണ്ടറി കടത്തി. ഈ 2 ഓവറുകളിലും 9 റൺസ് വീതം നേടി റൺ റേറ്റ് അവർ ഉയർത്തിക്കൊണ്ടിരുന്നു. 9ാം ഓവറിൽ ആവേശ് ഖാൻ മടങ്ങി വന്നപ്പോഴും ഒരു രക്ഷയുമുണ്ടായില്ല. സ്ക്വയർ ലെഗിനു മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ടാണ് രഹാനെ ഓവർ തുടങ്ങിയത്. രഘുവംശിയും ഒരു ബൗണ്ടറി നേടിയതോടെ ആ ഓവറിൽ 15 റൺസ് പിറന്നു. 10ാം ഓവറിൽ പ്രിൻസ് യാദവിനെതിരെ ശ്രദ്ധയോടെ കളിച്ച് 9 റൺസ് കൂട്ടിച്ചേർത്തതോടെ പകുതി പിന്നിടുമ്പോൾ സ്കോർ 1-180. 40 റൺസ് പിന്നിട്ട രഹാനെയും താളം കണ്ടെത്തിയ രഘുവംശിയും യാതൊരു അപകടവുമില്ലാതെ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി KKRനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. എന്നാൽ 11ാം ഓവറിൽ ദിഗ്വിജയ് സിംഗ് റാഠി മത്സരത്തിന്റെ ഗതി വീണ്ടും തിരിച്ചുവിട്ടു. ഫോമിലായിരുന്ന രഹാനെ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ടൈമിംഗ് പിഴച്ചു. വായുവിൽ ഉയർന്ന പന്ത് മുഹമ്മദ് ഷമി മുന്നോട്ടാഞ്ഞ് ഒരു മികച്ച ലോ ക്യാച്ചിലൂടെ കൈപ്പിടിച്ചു. തേർഡ് അമ്പയർ പരിശോധിച്ച ശേഷം ഔട്ട് വിധിച്ചു. 41 റൺസ് എടുത്ത രഹാനെ മടങ്ങുമ്പോൾ KKRന് അത് വലിയൊരു തിരിച്ചടിയാണ്. സ്കോർ 2-102. ആ സമ്മർദ്ദം അവസാനിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത ഓവറിൽ മണിമാരൻ സിദ്ധാർത്ഥ് KKRന് വീണ്ടും പ്രഹരമേൽപ്പിച്ചു. അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിലായിരുന്ന രഘുവംശി ലോങ് ഓണിന് മുകളിലൂടെ പായിക്കാൻ ശ്രമിച്ച പന്ത് കൃത്യമായി കണക്ട് ചെയ്യാനാതെ എയ്ഡൻ മാർക്രത്തിന്റെ കൈകളിൽ വിശ്രമിച്ചു. 45 റൺസ് എടുത്ത് രഘുവംശിയും പുറത്ത്. സെറ്റായ 2 ബാറ്റർമാർ അടുത്തടുത്ത് മടങ്ങിയതോടെ സ്കോർ 3-106 എന്ന നിലയിലാവുകയും കളി വീണ്ടും തുറക്കപ്പെടുകയും ചെയ്തു.
13-ാം ഓവറിൽ ഷമി മടങ്ങിവന്ന് തന്റെ മാന്ത്രികത വീണ്ടും പുറത്തെടുത്തു. കാമറൂൺ ഗ്രീനിനെയും റിങ്കു സിംഗിനെയും ഓഫ് കട്ടറുകളും സ്ലോവർ ബോളുകളും എറിഞ്ഞു വട്ടം കറക്കി. ആ ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 5 റൺസ്. 14-ാം ഓവറിൽ ആവേശ് ഖാൻ KKRന്റെ പ്രതീക്ഷകളുടെ നടുവൊടിച്ചു. ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ ഫിനിഷർ റോളിന് പേരുകേട്ട വമ്പൻ അടിക്കാരൻ റിങ്കു സിംഗ് ക്ലീൻ ബോൾഡ്. ബാക്ക് ഫുട്ടിൽ പന്ത് ഗൈഡ് ചെയ്യാനുള്ള ശ്രമം പൂർണ്ണമായും പാളി. പകരമെത്തിയ റോവ്മൻ പവലിനെ ആവേശ് അനങ്ങാൻ അനുവദിച്ചില്ല. കൃത്യമായ ഷോർട്ട് ലെങ്ത് പന്തുകൾ. 1 റൺ മാത്രം പിറന്ന ആ ഓവർ അവസാനിക്കുമ്പോൾ സ്കോർ 4-112. 15-ാം ഓവറിൽ ദിഗ്വിജയ് സിംഗ് റാഠിയുടെ കണിഷ്ഠതയാർന്ന ബൌളിംഗ് കൂടിയായപ്പോൾ KKR ശരിക്കും വിയർത്തു. പന്തിലെ ടേണും വേഗതയിലെ വ്യതിയാനങ്ങളും ഗ്രീനിനെയും പവലിനെയും കുഴപ്പി. വെറും 3 റൺസ്. റൺ റേറ്റ് കുറയുകയും ബൗണ്ടറികൾ ഇല്ലാതാവുകയും ചെയ്തതോടെ KKR കടുത്ത സമ്മർദ്ദത്തിലായി. എന്നാൽ 16-ാം ഓവറിൽ മണിമാരൻ സിദ്ധാർത്ഥിനെതിരെ അതുവരെ പതറിക്കളിച്ച് റോവ്മൻ പവൽ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ആദ്യ പന്തിൽ തന്നെ ക്രീസിൽ നിന്നിറങ്ങി ലോങ് ഓണിനു മുകളിലൂടെ പടുകൂട്ടൻ സിക്സർ, പിന്നാലെ ഒരു എഡ്ജ് ബൗണ്ടറിയും. 12 റൺസ് നേടിയ ആ ഓവറോടെ സ്കോർ 4-157-ലെത്തി. ഒരു സമയത്ത് 110-ൽ ഒതുങ്ങുമെന്ന് കരുതിയ KKR 180 കടക്കുമെന്ന് ഉറപ്പായി. 19-ാം ഓവറിൽ ഷമി എത്തുമ്പോൾ സ്കോർ 170 കടക്കുമോ അതോ 180 കടക്കുമോ എന്നതായിരുന്നു ചോദ്യം. പവൽ ലെഗ് ബൈയിലൂടെ സിംഗിൾ എടുത്ത് മാറിയപ്പോൾ ഷമിയുടെ ഒറ്റ പിഴവ് ഗ്രീൻ മുതലെടുത്തു. സ്ലോട്ട് ബോളായി വന്ന പന്തിനെ ലോങ് ഓണിനു മുകളിലൂടെ കൂറ്റൻ സിക്സറിന് കടത്തി. എങ്കിലും ഷമി മികച്ച യോർക്കറുകളിലൂടെ അതിവേഗം തിരിച്ചുവന്നു. ഒരു വൈഡ് ഉൾപ്പെടെ ആ ഓവറിൽ 12 റൺസ് പിറന്നു. അവസാന ഓവറിൽ പ്രിൻസ് യാദവിനെതിരെ പവലിന്റെ ബുദ്ധിപരമായ നീക്കമാണ് കണ്ടത്. യോർക്കർ പ്രതീക്ഷിച്ച പവൽ മുൻകൂട്ടി ക്രീസിൽ മാറി നിന്ന് ഫൈൻ ലെഗിലൂടെ മനോഹരമായ 4 നേടി ഫീൽഡിംഗ് തന്ത്രങ്ങളെല്ലാം തകർത്തു. വൈഡുകൾ നൽകി സമ്മർദ്ദത്തിലായ ബൌളർക്കെതിരെ ഗ്രീനും ഇൻസൈഡ് എഡ്ജിലൂടെ ഒരു ഭാഗ്യ ബൗണ്ടറി കണ്ടെത്തി. ഇരുവരും വളരെ ബുദ്ധിപൂർവ്വം വിക്കറ്റ് കളയാതെ സിംഗിളുകളെടുത്ത് ഇന്നിംഗ്സ് പൂർത്തിയാക്കി. 20 ഓവർ അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 181 എന്ന അതിശക്തമായ സ്കോറിലാണ് KKR എത്തിയത്. 182 റൺസ് എന്ന പടുകൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസിന്റെ തുടക്കം ശരിക്കും ഈഡൻ ഗാർഡൻസിലെ KKR ആരാധകരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നതായിരുന്നു. ആദ്യ പന്തിൽ തന്നെ യാതൊരു ദയവുമില്ലാതെ വൈഭവ് അറോറയ്ക്കെതിരെ ഒരു തകർപ്പൻ കട്ട്ഷോട്ടിലൂടെ ബൗണ്ടറി നേടി മിച്ചൽ മാർഷ് ലക്നൌവിന്റെ നയം വ്യക്തമാക്കി. പിന്നാലെ 3-ാം ഓവറിൽ നവദീപ് സൈനിയെ കടന്നാക്രമിച്ച ഏഡൻ മാർക്രം തുടർച്ചയായി 4-6-4 എന്നിങ്ങനെ അടിച്ചുകൂട്ടി സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി. വെറും എക്സ്ട്രാ ബൗൺസിനെ പോലും അതിജീവിച്ച് മാർക്രം നടത്തിയ ടൈമിംഗ് അവിശ്വസനീയമായിരുന്നു. 4-ാം ഓവറിൽ അനുകൂൾ റോയ്ക്കെതിരെ ഒരു കൂറ്റൻ സിക്സർ കൂടി പറത്തിയതോടെ ലക്നൌ അനായാസം വിജയത്തിലേക്ക് കുതിക്കുകയാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയിൽ എപ്പോൾ വേണമെങ്കിലും വിധി മാറിമറിയാം. 5-ാം ഓവറിൽ വൈഭവ് അറോറ പന്തെടുത്തതോടെ കളി KKRന്റെ കൈകളിലേക്ക് വഴുതിമാറാൻ തുടങ്ങി. ഓവറിലെ ആദ്യ പന്തിൽ തന്നെ വമ്പനടിക്ക് ശ്രമിച്ച മാർക്രം ഡീപ് മിഡ് വിക്കറ്റിൽ റോവ്മാൻ പവലിന്റെ വിശ്വസ്തമായ കൈകളിൽ കുരുങ്ങി. ഗാലറി പൊട്ടിത്തെറിച്ചു. ആ ആവേശം അടങ്ങും മുൻപേ അതേ ഓവറിലെ 3-ാം പന്തിൽ ലെഗ് സൈഡിലൂടെ പോയ പന്തിൽ പുൾ ചെയ്യാൻ ശ്രമിച്ച മാർഷിന്റെ ഗ്ലവിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർ അംഗ്രിഷ് രഘുവംശി ഒരു അവിശ്വസനീയ ക്യാച്ചിലൂടെ കൈപ്പിടിയിലൊതുക്കി. ലക്നൌവിന്റെ 2 നെടുംതൂണുകൾ നിമിഷനേരം കൊണ്ട് നിലംപൊത്തി. വൈഭവ് അറോറയുടെ ആവേശകരമായ ഇരട്ട മുഷ്ടിച്ചുരുട്ടൽ KKRന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ വിളംബരമായിരുന്നു. തുടർന്ന് ക്രീസിൽ ഒന്നിച്ച ആയുഷ് ബദോനിയും ക്യാപ്റ്റൻ ഋഷഭ് പന്തും ചേർന്ന് ഇന്നിംഗ്സ് നേരെയാക്കാൻ ശ്രമിച്ചു. വൈഭവ് അറോറയെ ഭാഗ്യത്തിന്റെ പിൻബലത്തോടെ ഒരു ടോപ്പ് എഡ്ജ് സിക്സറിന് പറത്തി ബദോനി വരവറിയിച്ചു. സുനിൽ നരേനയെയും കാർത്തിക് ത്യാഗിയെയും ബദോനി മനോഹരമായി ബൗണ്ടറി കടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ മറുവശത്തെ ക്യാപ്റ്റൻ പന്ത് താളം കണ്ടെത്താൻ ശരിക്കും പാടുപെടുകയായിരുന്നു. കാർത്തിക് ത്യാഗിക്കെതിരെ ഒരു ബൗണ്ടറി നേടിയെങ്കിലും 9-ാം ഓവറിൽ കാമറൂൺ ഗ്രീനിന്റെ അപ്രതീക്ഷിത ബൗൺസിൽ കുരുങ്ങി പന്ത് ഷോർട്ട് ഫൈൻ ലെഗിൽ കാർത്തിക് ത്യാഗയ്ക്ക് അനായാസ ക്യാച്ച് നൽകി മടങ്ങി. പന്തിന് പകരം എത്തിയത് അപകടകാരിയായ നിക്കോളാസ് പൂരൻ. ഗ്രീനിനെതിരെ ഒരു കൂറ്റൻ സിക്സർ പറത്തി പൂരൻ തന്റെ ഭീകരമുഖം പുറത്തെടുത്തു. ലക്നൌ വീണ്ടും പ്രതീക്ഷയിലേക്ക് ഉയർന്ന നിമിഷങ്ങൾ. എന്നാൽ 12-ാം ഓവറിൽ കാർത്തിക് ത്യാഗിയുടെ തന്ത്രപരമായ ഷോർട്ട് ബോളിൽ കുരുങ്ങിയ പൂരൻ വമ്പനടിക്ക് ശ്രമിച്ച് രമൺദീപ് സിംഗിന്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങിയതോടെ ലക്നൌവിന് വീണ്ടും വലിയൊരു പ്രഹരമേറ്റു. പിന്നാലെ എത്തിയ അബ്ദുൾ സമദിനാകട്ടെ അനുകൂൾ റോയിയുടെ പന്തിൽ പിഴച്ചു. വിക്കറ്റുകൾ തെറിച്ചു വീണതോടെ ക്ലീൻ ബോൾഡ്. ഒരു വശത്ത് വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോഴും ആയുഷ് ബദോനി ലക്നൌവിനായി ഏകാന്ത പോരാട്ടം തുടരുകയായിരുന്നു. 14-ാം ഓവറിൽ നവദീപ് സൈനിയെ നിർദ്ദയം പ്രഹരിച്ച ബദോനി 3 തകർപ്പൻ ബൗണ്ടറികൾ നേടി സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു. ഡ്രൈവുകളും കട്ടുകളും അപ്പർ കട്ടുകളുമായി ബദോനി KKRന് വലിയൊരു ഭീഷണിയായി മാറി. 15-ാം ഓവറിൽ അനുകൂൾ റോയ്ക്കെതിരെ ഒരു പടുകൂറ്റൻ സിക്സറോടെ വെറും 34 പന്തുകളിൽ നിന്നും ബദോനി തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ ലക്നൌ ക്യാമ്പിൽ വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം മിന്നിമറഞ്ഞു. പക്ഷേ ആ സന്തോഷത്തിന് വെറും ഒരു പന്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർദ്ധ സെഞ്ചുറി നേടിയതിന്റെ തൊട്ടടുത്ത പന്തിൽ ആവേശം അതിരുവിട്ടു ബദോനി വീണ്ടും ക്രീസിൽ നിന്നിറങ്ങി മറ്റൊരു വമ്പനടിക്ക് ശ്രമിച്ചു. എന്നാൽ ഇത്തവണ ഉയരം ലഭിച്ചില്ല. പന്ത് നേരെ പറന്നത് സാക്ഷാൽ റിങ്കു സിംഗിന്റെ കൈകളിലേക്ക്. 6 ആൻഡ് ഔട്ട്.
7 ഫോറും 2 സിക്സറും അടക്കം 54 റൺസ് എടുത്ത ബദോനി മടങ്ങിയതോടെ ലക്നൌവിന്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. ആ വിക്കറ്റ് വീണപ്പോൾ രഘുവംശിയുടെ വന്യമായ അലർച്ചയും രഹാനെയുടെ ശാന്തമായ മുഷ്ടിചുരുട്ടലും ആ വിജയത്തിന്റെ വ്യാപ്തി വിളംബരം ചെയ്യുന്നതായിരുന്നു. അങ്ങനെ 16 ഓവറുകൾ പിന്നിടുമ്പോൾ 6-ന് 128 എന്ന പരിതാപകരമായ നിലയിലേക്ക് ലക്നൌ വീണു. 16-ാം ഓവറിലെ അവസാന പന്തിൽ സുനിൽ നരേന്റെ സ്പിന്നിൽ കുരുങ്ങി മുഹമ്മദ് ഷമിയും ഡീപ് സ്ക്വയർ ലെഗിൽ അനുകൂൾ റോയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങി. വികാരങ്ങൾ അധികം പ്രകടിപ്പിക്കാത്ത സുനിൽ നരേൻ പോലും ആവേശത്തോടെ വായുവിൽ മുഷ്ടി ചുരുട്ടി ആ വിക്കറ്റ് ആഘോഷിച്ചത് KKR തങ്ങളുടെ വിജയം ഉറപ്പിച്ചുവെന്നതിന്റെ തെളിവായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ KKRന്റെ വിജയം ഉറപ്പിച്ച് ആർപ്പ് വിളിച്ചു. എന്നാൽ ഈഡൻ ഗാർഡൻസിൽ അന്ന് ചരിത്രം വഴിമാറാൻ പോവുകയായിരുന്നു. പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് ലക്നൌവിനെ കൈപിടിച്ചുയർത്താൻ 8ാമനായി ക്രീസിലെത്തിയ ഒരു അവതാരം ജന്മമെടുക്കുകയായിരുന്നു. മുകുൾ ചൗധരി. 17ാം ഓവറിൽ വൈഭവ് അറോറ പന്തെറിയാനെത്തിയപ്പോൾ മുകുൾ ചൗധരി തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. 3ാം പന്തിൽ ഒരു തകർപ്പൻ പുൾ ഷോട്ടിലൂടെ ബൗണ്ടറി നേടിയ മുകുൾ രമൺദീപ് സിംഗിന്റെ ഡൈവിനെ പോലും നിഷ്പ്രഭമാക്കി. എന്നാൽ ആവേശം അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത പന്തിൽ ലെഗ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്തിനെ സാക്ഷാൽ MS ധോണിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കിടിലൻ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ മുകുൾ ലോങ് ഓണിന് മുകളിലേക്ക് ഗാലറിയിലെത്തിച്ചു. ഈഡൻ ഗാർഡൻസിലെ KKR ആരാധകരൊന്ന് ഞെട്ടി. 18ാം ഓവർ എറിയാനെത്തിയത് കാർത്തിക് ത്യാഗി. ആദ്യ പന്തിൽ തന്നെ മുകുളിന്റെ കരുത്തിൽ ലോകം കണ്ടു. ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന ഒരു സ്ലോവർ ബോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ടെന്നീസ് കോർട്ടിലെ ഒരു ഫോർഹാൻഡ് ഷോട്ട് പോലെ ലോങ് ഓഫിന് മുകളിലേക്ക് പടുകൂറ്റൻ സിക്സർ പറത്തി. 4ാം പന്തിലാവട്ടെ ത്യാഗി എറിഞ്ഞ ഒരു ലോ ഫുൾ ടോസിനെ അതിക്രൂരമായി അദ്ദേഹം ലോങ് ഓണിന് മുകളിലേക്ക് 10 വരികൾക്ക് പിറകിലേക്ക് പറത്തി. ത്യാഗിക്ക് തന്റെ പിഴവ് അപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ സമയം വൈകിയിരുന്നു. 19ാം ഓവറിൽ കാമറൂൺ ഗ്രീനിനെതിരെ ലക്നൌവിന്റെ വിജയതൃഷ്ണ ആളിക്കത്തി. 3ാം പന്തിൽ ഒരു കട്ടർ മുൻകൂട്ടി കണ്ട മുകുൾ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ ഒരു ഫ്ലാറ്റ് സിക്സർ പറത്തി. 5ാം പന്തിൽ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ഷോർട്ട് തേർഡ് മാനിലൂടെ ഒരു ബൗണ്ടറിയും നേടി. എന്നാൽ അവസാന പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലേക്ക് അവിശ്വസനീയമായ ഒരു പടുകൂറ്റൻ സിക്സർ കൂടി പറത്തിയതോടെ മുകുൾ ചൗധരി ലക്നൌവിനെ വിജയത്തിന്റെ തൊട്ടരികിലേക്ക് എത്തിച്ചു. ഗാലറിയിലേക്ക് നോക്കി നോൺ സ്ട്രൈക്കർ ആവേശ് ഖാനോടൊപ്പം ഗ്ലൗ കൂട്ടിമുട്ടിച്ച് അദ്ദേഹം ആ ആവേശം പങ്കുവച്ചു. അവസാന ഓവർ. ലക്നൌവിന് ചരിത്ര വിജയം കുറിക്കാൻ ഇനി ചടങ്ങ് മാത്രം. ഈഡൻ ഗാർഡൻസിലെ കാണികളുടെ ശ്വാസം നിലച്ചു. വൈഭവ് അറോറയാണ് അവസാന ഓവർ എറിയാനെത്തിയത്. 2ാം പന്തിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന ഷോർട്ട് ഡെലിവറിയെ മുകുൾ ചൗധരി ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അനായാസം ഗാലറിയിലേക്ക് പറത്തി. കളി ലക്നൌ പൂർണ്ണമായും പിടിച്ചെടുത്തു. ഒടുവിൽ 19.5 ഓവറിൽ ആ മാന്ത്രിക നിമിഷം. വൈഭവ് അറോറയുടെ വൈഡ് ആൻഡ് ഫുൾ പന്തിനെ സ്വീപ്പർ കവറിന് മുകളിലൂടെ അതിശക്തമായി മുകുൾ വായുവിലേക്ക് ഉയർത്തിയടിച്ചു. പന്ത് ബാറ്റിൽ തട്ടിയ നിമിഷം തന്നെ അത് സിക്സർ ആണെന്ന് ഏവർക്കും ഉറപ്പായിരുന്നു. അവിശ്വസനീയതയോടെ മുട്ടുകുത്തി തലയിൽ കൈവച്ചിരിക്കുന്ന വൈഭവ് അറോറ. സ്തബ്ധരായ KKR ആരാധകർ. ഈഡൻ ഗാർഡൻസിനെ നിശബ്ദമാക്കി ലക്നൌ സൂപ്പർ ജയൻസിന് അവിശ്വസനീയവും ചരിത്രപരവുമായ ഒരു തകർപ്പൻ വിജയം. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മുകുൾ ചൗധരി തന്റെ വിജയം ആഘോഷിച്ചു. വെറും ഒരു പിടി പന്തുകളിൽ നിന്നുള്ള മുകുളിന്റെ അർദ്ധ സെഞ്ചുറിയും വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അദ്ദേഹം നടത്തിയ ആ ഏകാന്ത പോരാട്ടവും IPL ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടും. തോൽവി ഉറപ്പിച്ച സ്ഥലത്ത് നിന്നാണ് ഈ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ലക്നൌ വിജയകിരീടം ചൂടിയത്. എന്തായാലും ഈ ത്രില്ലർ സിനിമയെ വെല്ലുവിളുന്ന പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും രോമാഞ്ചം നൽകിയ നിമിഷം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.